നോർമൽ എ ഐയും ഏജന്റിക് എ ഐയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്തുപറ്റി? ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അതിന്റെ ഐറ്റിനറി പ്ലാൻ ചെയ്യാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് മടുത്തിരിക്കുക ഞാൻ. അതിനല്ലേ എ ഐ നമ്മൾ പറയുന്നത് മാത്രം ചെയ്യുന്നതാണെന്ന് വിചാരിച്ചോ? സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തമായിട്ടുള്ള എഐകളും ഉണ്ട്. അതിലൊന്നാണ് ഏജന്റിക് എ ഐ. അപ്പോ നോർമൽ എ ഐയും ഏജന്റിക് എ ഐയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സാധാരണ ഒരു എയുടെ അടുത്ത് നമ്മൾ ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഉത്തരം മാത്രമേ പറയുള്ളൂ. പക്ഷേ ഒരു ഏജന്റിക് എയുടെ അടുത്ത് നമ്മളിത് ചെയ്യാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോദ്യം നമ്മൾ ചോദിക്കുവാണെങ്കിൽ നമുക്കത് വേണ്ട പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കി തരും. ഏജന്റിക് എ എന്നത് സ്വയം തീരുമാനങ്ങൾ എടുക്കാനും പ്ലാൻ ചെയ്യാനും ടാസ്കുകൾ നടപ്പിലാക്കാനും കഴിവുള്ള ഒരു അഡ്വാൻസ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റമാണ്. ഏജന്റിക് എഐക്ക് 4 പ്രധാന കഴിവുകളുണ്ട്. അതിലൊന്ന് ഗോൾ അണ്ടർസ്റ്റാൻഡിങ്, പ്ലാനിങ്, ആക്ഷൻ ടേക്കിംഗ്, ലേണിംഗ് ആൻഡ് അഡാപ്റ്റിംഗ്. സോ ചുരുക്കി പറഞ്ഞാൽ ഏജന്റിക് എ ഐ എന്നത് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു എ ഐ ആണ്. മനുഷ്യൻ ഒരു ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എ ഐ തന്നെ കൈകാര്യം ചെയ്യും.